ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ പെയിൻറ്റിങ് പാലറ്റ് നൈഫും കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 1/2 kg കേക്ക് അത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മേളത്തെ ഇങ്ങനെ ഡോംബുള്ള ഷേപ്പിലായിരിക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയണം കേട്ടോ. അതേപോലെ കട്ട് ചെയ്ത് കളയണം, അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ക്രീമിനകത്താണെങ്കിൽ ഞാനാണെങ്കിൽ ഇമൽഷൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇമൽഷൻ അതും കൊണ്ടാണ് നമ്മളൊന്ന് കേക്ക് സ്പഞ്ച് റെഡിയാക്കിയേക്കുന്നത്. ക്രീമിനകത്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക. പിന്നെ ഷുഗർ സിറപ്പല്ല, ഇന്ന് ഞാൻ പൈനാപ്പിൾ ക്രഷ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ അതും കൊണ്ടാണ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ക്രീം ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക. പിന്നെ നമുക്കാണെങ്കിൽ പൈനാപ്പിൾ സിറപ്പ് കൊണ്ട് നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ക്രീമിനകത്ത് ഞാൻ പൈനാപ്പിൾ ഇമൽഷൻ ആഡ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മേളിൽ കൂടെ എക്സ്ട്രാ നമുക്ക് പൈനാപ്പിൾ ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കണം. പിന്നെ അത് എനിക്ക് തന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പൈനാപ്പിൾ സിറപ്പും കൊണ്ട് നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ക്രീമും കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പൈനാപ്പിൾ ക്രഷ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റേക്ക് ഫ്രിഡ്ജിന് സെറ്റ് ആവാൻ വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യുമ്പോൾ നമുക്കാണെങ്കിൽ തോന്നും ഇങ്ങനെ പുറത്തു നിന്നൊക്കെ സ്പഞ്ച് നമുക്ക് കാണുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് ഞാൻ എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാനായിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ വട്ടം ഇതുപോലെ ഒന്ന് കാണിച്ചത് ചിലപ്പം ചിലത് പറഞ്ഞു മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊന്ന് കാണിച്ചു തരാമെന്ന് എങ്ങനെ അത് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെല്ലാം ക്രീമെല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടെ പൊങ്ങിയിരിക്കുന്നത് ഈ കണ്ടോ മുന്നിരിക്കുന്നത് ആ മേളത്തെ ഫസ്റ്റ് ലെയർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഐസ് ക്രീം തട്ടിയാലും ഞാനിപ്പോൾ എക്സ്ട്രാ ക്രീം പിന്നെയും പെരട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സ്ഥലമാണത്. അപ്പോൾ മേളിൽ കണ്ട ആ ക്രീം ഇല്ലാത്ത ഭാഗം അവിടെ നമ്മൾ മുറിച്ച് കളയുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ അത് എക്സ്ട്രാ ഇങ്ങനെ തള്ളി നിൽക്കുക. ഞാൻ ക്രീം പരട്ടിയിട്ടും അത് അങ്ങോട്ട് ഇതാവുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് എക്സ്ട്രാ ഞാൻ പറഞ്ഞത്. അത് എക്സ്ട്രാ ഉള്ളത് നമുക്ക് തള്ളി അത് നമുക്ക് മുറിച്ച് കളയണം. അതിന് ശേഷം വേണം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ലാസ്റ്റിൽ ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ കണ്ട ആ മേളത്തെ അത്രയും ഭാഗം ഞാനാണെങ്കിൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫിനിഷ് ഇനി നന്നായിട്ട് ഇരിക്കും കേട്ടോ. ഇനി തീരെയും കാണത്തില്ല. ആ സ്പഞ്ച് നമുക്ക് അവിടെ നന്നായിട്ട് ഇതായി ഫിനിഷിംഗ് ആയി നമുക്ക് കിട്ടും. ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നിങ്ങളുടെ ഡൗട്ടെല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. എനിക്കാണെങ്കിൽ പേഴ്സണലായിട്ടാണെങ്കിൽ കുറച്ച് പേര് അറിയുന്നവരുണ്ട്. അപ്പോൾ വാട്സപ്പിൽ കൂടെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നത്. ഇനി നമുക്കാണെങ്കിൽ ആ ക്രീമും കൊണ്ട് തന്നെ വേണം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഐസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ നാളെ എനിക്ക് ഡെലിവറി ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയെങ്കിലും 2-3 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണം. അതിന് ശേഷം വേണം നമ്മളിത് എങ്ങനെ അത് പെയിൻറ്റിങ് ഡിസൈൻ പാലറ്റ് നൈഫും കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഏറ്റവും അത് കേക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കണേ. അപ്പോൾ സെറ്റാക്കി പിറ്റേ ദിവസമാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ക്രീമിനകത്ത് മഞ്ഞ കളർ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാലറ്റ് നൈഫിനകത്ത് നമ്മൾ ഇതുപോലെ ക്രീം എടുക്കുക. മേളി നന്നായിട്ട് ഫിനിഷിങ് തന്നെ ഇരിക്കണം കേട്ടോ. പാലറ്റ് നൈഫിന് മേളി ക്രീം വരാൻ പാടില്ല, സൈഡിലും വരാൻ പാടില്ല. ആ മുനപ്പ് ഉണ്ടല്ലോ മുന്നിങ്ങനെ തള്ളി നിൽക്കുന്ന ആ അത്രയും ഭാഗത്ത് മാത്രമേ ക്രീം വരാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്കിങ്ങനെ പൊങ്ങിയെടുക്കണം. മൊത്തം ഇങ്ങനെ താഴെ ടച്ച് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ ഫിനിഷിങ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നടുക്ക് നമുക്ക് കുറച്ച് വൈറ്റ് പേൾസ് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കണക്ക് നിങ്ങൾക്ക് എല്ലാം ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഡിസൈൻ ചെയ്യും. ഇങ്ങനെ കുറേ പാലറ്റ് നൈഫ് വേറെ ഉണ്ട് കേട്ടോ. 5 എണ്ണം വരുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട് പല ഷേപ്പിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. പല ഡിസൈൻ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ. അപ്പോൾ അത് എത്ര കാണാൻ നല്ലൊരു അടിപൊളി ലുക്കും ആയിരിക്കും ലാസ്റ്റ് വരുമ്പോൾ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പേൾസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്ക് ഇതിൻ്റെ നല്ലൊരു അടിപൊളി റിവ്യൂ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന കൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.